ശ്രീമദ് ദേവി ഭാഗവതം 14-ാം അധ്യായം തുടർച്ച. വ്യാസൻ: കേൾക്ക, ഗൃഹം ബന്ധമല്ല പരമാർത്ഥം, ഓർക്കുകിൽ ബന്ധനിദാനവുമല്ലതു. മാനസം മുക്തമായെന്നു വന്നാകിലോ നൂനം ഗൃഹസ്ഥനം മുക്തനായിത്തീർന്നിടും. ന്യായമായുള്ള വഴിക്കു സ്വയം വേണ്ടതായ ധനങ്ങളെ തേടിവച്ചങ്ങനെ സത്യശൗചാദിക ധർമ്മമാർഗങ്ങളിൽ ശ്രദ്ധ വെച്ചന്വഹം കർമ്മനിരതനായി വർത്തിക്കുമെങ്കിൽ ഗൃഹസ്ഥാശ്രമസ്ഥനം സിദ്ധിക്കുമല്ലോ ചിദാനന്ദമാം പദം. മറ്റു ആശ്രമമാചരിപ്പോർഗളം കൊറ്റിന്നു ചെന്നാശ്രയിക്കും ഗൃഹസ്ഥനെ. അന്നദാനം ചെയ്തു സത്യവാക്കായി മേവുന്ന ഗൃഹസ്ഥൻ ഉപകാരിയാർക്കുമേ. ശ്രേഷ്ഠത ഗാർഹസ്ഥ്യധർമ്മത്തിനപ്പുറം കേട്ടിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ലടോ. ജ്ഞാനികളായ വസിഷ്ഠാദ്യർ പോലുമേയാ നല്ല ഗാർഹസ്ഥ്യമാചരിച്ചിടുവോർ. വേദം വിധിക്കുന്ന കർമ്മങ്ങളൊക്കെയും ആദരിച്ചിടുവാനെന്തുണ്ടശക്യമായി. മോക്ഷമോ സ്വർഗമോ എന്തു വേണമെങ്കിലും കാംക്ഷ പോലെല്ലാം കരസ്ഥമാക്കാം ധ്രുവം. നാലാശ്രമങ്ങളും ഒന്നു വിട്ടൊന്നിതുപോലെ ആചരിക്ക എന്നല്ലി വിദ്വന്മതം. ആകയാ അഗ്നിഹോത്രത്തെ നടത്തി നീ ഭാഗമായി ദേവപിതൃക്കളെ പൂജിച്ചു പുത്രനെയും ജനിപ്പിച്ചു. പിന്നെ ഗൃഹമത്ര വെടിഞ്ഞു വനം പുക്കു സദ്വ്രതം നിഷ്ഠയായി സാധിച്ചൊടുക്കമതും സ്വയം വിട്ടു സന്യാസം ചരിക്കടോ നന്ദന. പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സും മതം കൊണ്ടു തഞ്ചമില്ലാത്ത വിഭാര്യനാം മർത്യനെ കൊണ്ടുപോയി ഉഗ്രമായിടുമാവൽ പെരും കുണ്ടിലകപ്പെടുത്തിയിടുമേ നിശ്ചയം. മത്തേറിടും കരങ്ങളെ വെല്ലുവാനൊത്തൊരുപായം വിവാഹമാണെൻ സുതാ എന്നതുകൊണ്ടു വരിക്ക വധുവെ നീ. പിന്നെ വൃദ്ധത്വത്തിലാർന്നുകൊള്ളാം തവ. മുന്നമക്കൗശികൻ 3000 കൊല്ലമന്നപാനാദി വെടിഞ്ഞൂറ്റമാം തപം കാട്ടിൽ ചരിച്ചെന്നു മേനകപ്പെണ്ണിൻ്റെ പാട്ടിലായി തന്മൂലമുണ്ടായി ശകുന്തള. ചൊൽക്കൊള്ളുമെൻ പിതാവാമ പരാശരൻ മുക്കുവപ്പെൺകൊടിയായൊരെന്നമ്മയെ കണ്ടു കടത്തു വഞ്ചിക്കകം വെച്ചു മുൾക്കൊണ്ട കാമാഗ്നി കൊടുത്താൻ മടിച്ചില. തന്മകളെ കണ്ടു താരംബമാലിനാൽ ബ്രഹ്മാവു കെട്ടിപ്പുണരാനടുക്കവേ കുന്നിന്മകൾ പ്രിയനല്ലയോ കോപിച്ചു വന്നാക്രമക്കേടു കേറിത്തടഞ്ഞതു. ഈ വകയൊക്കെ നിനച്ചാണു കന്യേ നീ വരിക്കെന്നു ഞാൻ ചൊന്നതു നന്ദന. ആദരാലിന്നി ഗൃഹസ്ഥാശ്രമസ്ഥനായി വേദധർമ്മത്തെ നടത്തുകേ വേണ്ടു നീ. ശുകോൽപ്പത്തി 14-ാം അധ്യായം കഴിഞ്ഞു.